പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് മാസം 22-ാം തീയതി വെള്ളിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ആദിമ സഭയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് നാം വായിച്ചു കേട്ടതായ വചനം. ഇവിടെ നാം കാണുന്നത് സഭ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ കാത്തു നിൽക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ ആത്മീയമായ ഒരുക്കം ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിൽ ശബ്ദവും തിരക്കുകളും കൂടുതലാണ്. എന്നാൽ ദൈവത്തിൻ്റെ മൃദുവായ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, പ്രാർത്ഥനയിൽ ആയിരിക്കണം, ആരാധനയിൽ ഹൃദയം തുറക്കുവാൻ സാധിക്കണം. ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി, അതായത് ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തിനായി ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ബർന്നബാസിനെയും ശൗലിനെയും ദൈവം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. ശരിയായ സമയത്ത് ആ വിളി സഭയ്ക്ക് വെളിപ്പെട്ടു. ഇത് നാം ഓർക്കണം. ദൈവം നമ്മയും ഒരു ലക്ഷ്യത്തോടെ വിളിച്ചിരിക്കും. ചിലരെ സുവിശേഷ വേലയ്ക്കാകാം, ചിലരെ സേവനത്തിനാകാം, ചിലരെ ആശ്വാസവചനങ്ങൾ പറയുന്നതിനാകാം, ചിലരെ പ്രാർത്ഥിക്കുന്നതിനാകാം. അങ്ങനെ പോകും. പക്ഷെ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുവാൻ ദൈവത്തോടുള്ളതായ അടുപ്പം അത്യാവശ്യം. ഇവിടെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വിളിച്ചപ്പോൾ സഭ അനുസരിച്ചു. അവർ വീണ്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ച് അവരെ അയച്ചു. യഥാർത്ഥ സഭ ദൈവത്തിൻ്റെ ശബ്ദത്തെ മാനിക്കുന്ന സഭയാണ്. വിമർശനമോ എതിർപ്പോ അവർ കാണിച്ചില്ല. ഇവർ പോയാൽ നമ്മുടെ സഭയ്ക്ക് നഷ്ടമാകും എന്നവർ ചിന്തിച്ചില്ല. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ് അവർ മുൻഗണന നൽകിയത്. ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ മനോഭാവം ആവശ്യമായിട്ടുണ്ട്. ദൈവം ആരെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർ അതിൽ സന്തോഷിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവവിളിയെ പിന്തുണയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ബർന്നബാസും ശൗലും പിന്നീട് വലിയ ദൈവരാജ്യത്തിൻ്റെ യാത്രകൾ നടത്തി. അനേകം സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അനേകം ആളുകൾ ക്രിസ്തുവിനെ അറിഞ്ഞു. മഹത്തായ പ്രവൃത്തിയുടെ തുടക്കം ഈ ചെറിയ പ്രാർത്ഥന സംഗമത്തിലായിരുന്നു. അതുകൊണ്ട് ചെറിയ കൂട്ടങ്ങളെ നിസ്സാരമാക്കരുത്. ഉപവാസവും ആരാധനയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവം ശക്തമായി എല്ലാവരെയും ഉപയോഗിക്കും. ഇന്നത്തെ സന്ദേശം ഇതാണ്: ആരാധനയിൽ കാത്തിരിക്കുന്നവരെ ദൈവം തൻ്റെ ദൗത്യത്തിനായി ഉപയോഗിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലിന് അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ ദൈവം നമ്മയും തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. അതിനുവേണ്ടി നമുക്കൊരു പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പ്രാർത്ഥനയിലും ആരാധനയിലും സ്ഥിരതയോടെ നിൽക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലിന് അനുസരിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. നിൻ്റെ ദൗത്യത്തിനായി ഞങ്ങളെയും ഉപയോഗിക്കണമേ. സഭയെയും കുടുംബങ്ങളെയും വിശ്വാസികളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.